അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള, കൺകുളിർമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ആദർശ ബന്ധുക്കളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ച് കൂടുകയും ഇഫ്താറോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സന്നിഹിതരായവർക്കും അധ്വാനിച്ചവർക്കുമെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളും അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളെയും ഒരൊറ്റ ഹദീസിൽ പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ, ലോകത്ത് ഏറ്റവും ഖൈറായ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളാരാണ്? പ്രവാചകൻ്റെ വാക്ക് മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്തു. ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽപ്രവർത്തനങ്ങൾ അയാൾ കൂടുതൽ ചെയ്തു. അഥവാ തഖ്വയുള്ള, ഈമാനുള്ള, സ്വർഗത്തിന് കാരണമാകുന്ന സൽപ്രവർത്തനങ്ങൾ ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് അധികമായി ചെയ്തു. അയാളെയാണ് അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം. എങ്കിൽ നബിയെ, ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളാരാണ്? പ്രവാചകന്റെ വാക്ക് മൻ ത്വാല ഉംറുഹു. ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്തു. വസാ അമലു. ആ കൊടുത്ത ദീർഘായുസ് കൊണ്ട് പടച്ചോനിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അയാൾക്ക് നേരം കിട്ടിയില്ല. അയാൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ദീർഘായുസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അയാളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത്. സഹോദരങ്ങളെ, നമ്മൾക്ക് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകാനാണല്ലോ സത്യത്തിൽ നമ്മൾ ഈ നോമ്പുറ്റ് ഒരു ദിവസം മുഴുവൻ ദീന് കേട്ട് നമ്മളാൽ കഴിയുന്ന ദാനധർമ്മം നിർവഹിച്ച് നമ്മൾ ഖുർആനൊക്കെ ഓതുന്നത് പടച്ചോൻ ഏറ്റവും പ്രിയപ്പെട്ടവരാകാനാണ്. ആ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടവരും അള്ളാഹു നൽകിയ ദീർഘായുസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടു പേർക്കും അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ ത്വാല ഉംറുഹു, അള്ളാഹു ദീർഘായുസ് കൊടുത്തു. ഒരാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കിട്ടിയ ദീർഘായുസിനെ പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിച്ചു. രണ്ടാമത്തെ ആള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ആ ദീർഘായുസിനെ നഷ്ടപ്പെടുത്തി. നിങ്ങൾ ആരെങ്കിലും, സഹോദരങ്ങളെ, ഈ വർഷത്തെ നമ്മൾ 2026 റമദാനിലാണ് നോമ്പ് വിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും റമദാൻ 1 അന്നത്തെ 10 എടുത്ത് നോക്കിക്കണം. പറ്റുമെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നോക്കണം. ഞാനൊരു ക്ലാസ്സിന് വേണ്ടി പറയില്ല, പറ്റുമെങ്കിൽ നോക്കണം, വീട്ടിലുണ്ടെങ്കിൽ നോക്കണം. റമദാൻ 1 അന്ന് 10 എടുത്തിട്ടതിലെ ചരമകോളം നോക്കിയാൽ ഈ വർഷം റമദാന്റെ തൊട്ടു തലേന്ന് മരിച്ച മുസ്ലിമീങ്ങളെ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വീട്ടിലേക്ക് നോമ്പ് തുറവിക്ക് അല്ലെങ്കിൽ പെലച്ച ഭക്ഷണത്തിലുള്ള സാധനം വരെ വീട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ ആദ്യത്തെ ഞായറാഴ്ച തന്നെ വീട്ടിലെ തുറവി നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ പ്രാവശ്യം പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മക്കളേറ്റ് കൂടി ആലോചിച്ചിട്ടുണ്ടാവും. ഗൾഫിലുള്ള മക്കളോടും പേരക്കുട്ടികളോടൊക്കെ നിങ്ങൾക്ക് ഇന്നു മുതൽ തുടങ്ങിയില്ലേ, ഞങ്ങൾക്ക് നാളെ ആട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് ജീവൻ കൊടുത്തില്ല. പടച്ചോൻ അവർക്ക് ജീവൻ കൊടുത്തില്ല. സഹോദരങ്ങളെ, റമദാനിന്റെ ആദ്യത്തെ 5 നോമ്പുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഖത്തറിലെയും 3-ാമത്തെ ദിവസത്തെ നോമ്പിന് ശേഷം തറാവി നിസ്കരിക്കുമ്പം 2 റക്അത്ത് കഴിഞ്ഞിട്ടൊരു മയ്യത്ത് കൊണ്ടുവന്നു. 2 റക്അത്ത് തറാവിക്ക് ശേഷം പിന്നെ മയ്യത്ത് നിസ്കാരം. 8 റക്അത്തിന് ശേഷം വീണ്ടും അടുത്ത മയ്യത്ത് കൊണ്ടുവന്നു. 8 റക്അത്തിന് വിത്തറിന്റെ മുമ്പ് വീണ്ടും മയ്യത്ത് നിസ്കാരം. ഒരേ പള്ളിയിൽ ഒരു തറാവീഹിനടക്ക് 2 തവണ മയ്യത്ത് നിസ്കാരം നടന്നു. സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് 2-3 ദിവസം റമദാനിൽ ജീവിക്കാൻ അവസരം കൊടുത്ത് പിന്നെ അള്ളാഹ് കൊണ്ടുപോയി. ഇവിടെ ഇരിക്കണിന്റെ വാപ്പാരുമാരും നമ്മളെ വാപ്പാനിമാനെ ആലോചിച്ച് നോക്കി. മനസ്സിൽ നമ്മളെ വാപ്പാനിമാനെ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലരെ അള്ളാഹു 5 കൊല്ലം മുന്നേ കൊണ്ടുപോയില്ലേ, 3 കൊല്ലം മുന്നേ കൊണ്ടുപോയില്ലേ, ചിലരെ കഴിഞ്ഞ കൊല്ലം മുമ്പ് കൊണ്ടുപോയില്ലേ. സഹോദരങ്ങളെ, അവരൊക്കെ ജീവിതത്തിൽ ഈ വർഷത്തെ 2026 റമദാനിൽ അള്ളാഹു അവർക്ക് നോമ്പ് വിൽക്കാനോ ഇബാദത്തെടുക്കാനോ ഖുർആൻ ഓതാനോ പള്ളിയിട്ട് ബന്ധപ്പെടാനോ ഈ സംഗമത്തിൽ ഒരുമിച്ച് ചേരാൻ അവസരം കൊടുത്തില്ല. ഇവർക്കൊന്നും കിട്ടാത്തത് അള്ളാഹു നമ്മൾക്ക് തന്നു. അൽഹംദുലില്ലാഹ്,
അതിന്റെ പേരാണ് മൻ ത്വാല ഉംറു. ഒരാൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോ നമുക്ക് ഔദാര്യമായി തന്നതാ കൂട്ടരെ. ഈ റമദാൻ ഔദാര്യമായി തന്നത്. ഇനി നമ്മുടെ മുന്നിൽ 18 ദിവസമോ 19 ദിവസമേ ആകുള്ളൂ. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ. ആ എണ്ണപ്പെട്ട ദിവസം സജീവമായി ഇന്ന് നമ്മൾ തറാവീഹിന് പോകുന്ന പോലെ 27-നും 28-നും 26-നും ആരൊക്കെയാണോ പോകുന്നത് അവരെയാണ് അല്ലാഹ്ക്കിഷ്ടം. ഇപ്പോൾ ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന പോലെ അവസാനം വരെ നിലനിൽക്കുന്നവരാണോ അവരെയാണ് അല്ലാഹ്ക്കിഷ്ടം. അത് നമ്മുടെ നെഞ്ചകത്തുണ്ടാകണം. ഇനി സഹോദരങ്ങളെ, ദീർഘായുസ് കിട്ടിയോണ്ട് മാത്രമായോ? എത്ര സഹോദരിമാർ പറഞ്ഞു, മൗലവി ഡോക്ടറെ പോയി കണ്ടു, ബ്ലീഡിങ് വന്നു, കിടക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു, ഈ റമദാനിൽ ഒറ്റ നോമ്പ് നോക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു. അവസാനത്തെ 10 നോമ്പ് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. പള്ളിന്റെ അടുത്ത എന്റെ വീട്, ഇന്നെക്കാളും പ്രായം കൂടിയ ഭർത്താക്കന്മാരുടെ കൂടെ തറാവിക്ക് പോണ്, ജനലിന്റെ ഉള്ളിൽ കൂടെ ഞാൻ നോക്കി നിൽക്കാണ്. എന്റെ പേരക്കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് നോമ്പേൽക്കും. എനിക്ക് സന്തോഷമല്ല വേണ്ടി, പക്ഷെ എനിക്ക് സങ്കടമാണ്. കാരണം പടച്ചോനെ നോമ്പേൽക്കാൻ കഴിയുന്നില്ല, നോമ്പ് തുറക്കാൻ കഴിയുന്നില്ല, പള്ളിക്കൊക്കെ പോകാൻ കഴിയുന്നില്ല. ജനലിലൂടെ വാതിലൂടെ എന്റെ കൂടെയുള്ള മഹല്ലത്തെ ആൾക്കാർ പള്ളിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ജനലടികൾക്കിൽ പിടിച്ചാണ്ട് പടച്ചോണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, ഒരീസം പടച്ചോനെ നോമ്പേൽക്കാൻ 10-46 കൊല്ലം ജുമഅക്ക് പോയ പള്ളിക്കൊക്കെ പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുക കൂട്ടരെ. സഹോദരങ്ങളെ, പടച്ചോൻ ആരോഗ്യം തന്നു, ആയുസ് തന്നു, ഒരുമിച്ച് കൂടാനുള്ള തൗഹീദിന്റെ നാട് തന്നു. എന്തിനേറെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ ഗൾഫ് നാടിൽ ഭീതിയിലാണ്. അവർ ഭീതിയിലാണ്. അവനവന്റെ വീടിന്റെ മുന്നിലൂടെ പടക്കം പൊട്ടുന്നത് പോലെ മിസൈലുകൾ പോകുകയാണ്. നമ്മുടെ കുടുംബക്കാർക്ക് അല്ലാഹു സമാധാനവും സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവർ അവിടെ ഭയത്തിലാണ്. അവിടെ ഫോണിലേക്ക് അലാറം വരികയാണ്, പുറത്തേക്ക് ഇറങ്ങരുത്, ജമാഅത്തിന് ഇപ്പോൾ പോകരുത്, ഇഫ്താർ സംഗമങ്ങൾ ക്യാൻസൽ ചെയ്തു വിടണം, സുരക്ഷിതരായിരിക്കണം. അല്ലാഹു നമ്മൾക്ക് നൽകിയ സൗഭാഗ്യം ആലോചിച്ച് നോക്കിൻ. ഈ കിട്ടിയ സൗഭാഗ്യം കൊണ്ട് പടച്ചോനിഷ്ടപ്പെട്ടവരായി റമദാൻ അവസാനം വരെ നമ്മൾ ഉണ്ടാകണം എന്ന ദൃഢപ്രതിജ്ഞയാണ് നമ്മൾ ഈ സംഗമത്തിൽ ആദ്യം ഉണ്ടാക്കേണ്ടി. എന്തിനാ പറയണ അറിയോ? 2-3 ദിവസമായി കോഴിക്കോട്ട് നാട്ടിലേക്ക് നിലമ്പൂരിലേക്ക് രാത്രി പോരുകയാണ്. അങ്ങാടികളിൽ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം മുതിർന്നവരും പെൺകുട്ടികളും അടക്കം സകല അങ്ങാടികളും തറാവീഹും ഇശാവും നടക്കുമ്പം അങ്ങാടിയിലാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത് സഹോദരങ്ങളെ, ഉപ്പ് തേച്ച നെല്ലിക്കയും മുളക് തേച്ച മാങ്ങയും ഗ്യാസ് പൊന്തുന്ന സോഡയും വ്യത്യസ്തമായ ലായനിയുടെയും പിന്നിൽ കറങ്ങുന്ന കോഴിയും അടിച്ചു പരത്തിയ ബീഫിന്റെയും പിന്നിൽ മുസ്ലിം സമുദായം പോകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 11 മാസം നമുക്ക് എന്തായിരുന്നു കൂട്ടുകാരെ പരിപാടി? ഉന്നക്കായ തിന്നൽ പരിപാടി, സമൂസ ഉണ്ടാക്കൽ പരിപാടി. ഓരോ 366-ന്റെ ഇഫ്താർ ബഫറ്റ് ഇവിടെ ഉണ്ടാകുമ്പോഴും ഇവിടെ നിന്ന് തികയാത്തത് കൊണ്ടാകാം ബീച്ചിലേക്ക് കർത്തനിട്ടിട്ട് അവിടെ പോയി കുടുംബസമേതം ഒരുമിച്ച് കൂടുമ്പം സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾക്ക് തന്നത് ഖദ് അലല്ലക്കും ശഹ്റുൻ അളീമുൻ മുബാറക്. ഓരോ സെക്കൻഡിനും പടച്ചവൻ 1000 പുണ്യങ്ങളോടുകൂടി നൽകിയ ഈ റമദാൻ 18 ദിവസം കഴിഞ്ഞ പോകും കൂട്ടരെ. 2027 ആയുസ് ഉണ്ടാകൂല. 2027 ആയുസ് ഉണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടാവില്ല. 2027 മൂക്കിലൂടെ ബ്ലഡ് വന്നാൽ, അവനവൻ മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് വന്നാൽ, ശരീരത്തിൽ ഒരു മുഴ പൊന്തിയാൽ അവസാനത്തെ റമദാനാകും. എങ്ങനെയാ കഴിയും നമ്മളെ കൗമിന്? ഉമ്മാരെ, പെൺകുട്ടികൾ എവിടെ തറാവിക്ക്? എന്താ ഉമ്മാര് സംസാരിക്കണം അറിയോ? ഓൾക്ക് വരാൻ താല്പര്യമില്ല മൗലവി. താല്പര്യമില്ലാത്ത മുഴുവൻ തൗഹീദിന്റെ മക്കളെയും അങ്ങാടി കാണുന്നുണ്ട്. പെൺകുട്ടികളെ, ആൺകുട്ടികൾക്ക് സമാനമായി പെൺകുട്ടികളെ അങ്ങാടിയിൽ ലൈറ്റുകളിട്ട് ക്രമീകരിച്ച് ഭക്ഷണശാലയുടെ മുന്നിൽ കൂട്ടം കൂട്ടമായി വരികയാൻ. ചോറ് കിട്ടുന്ന പള്ളിനെ പറ്റിയിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ്. ഖത്തം തീർക്കുന്ന തറാവിനെ പറ്റിയിട്ടല്ല, ചോറ് കിട്ടുന്ന പള്ളിനെ പറ്റി വാട്സപ്പ് ഗ്രൂപ്പാണ്. നമ്മൾ ആളുകൾ സങ്കടം കൊണ്ട് പറയാൻ, പടച്ചോന്റെ ശിക്ഷ ഇറങ്ങും, അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. സഹോദരങ്ങളെ, റമദാൻ നമുക്ക് സ്വർഗം കിട്ടാൻ അള്ള തന്നതാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആലോചിക്കണോ? റമദാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം, റമദാൻ ഇല്ലെങ്കിൽ തൗഹീദുള്ളവരെ, ഉമ്മാരെ, വാപ്പാരെ, റമദാൻ ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാസം 11 റക്അത്ത് രാത്രി നിസ്കാരം നമ്മളും നമ്മളെ ഭാര്യയും ഇതുപോലെ നിസ്കരിക്കോ? റമദാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തറാവിസ്കാരം ഉണ്ടാകുമോ? റമദാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സുന്നത്ത് നോമ്പുണ്ടാകുമോ? ഫർദ് നോമ്പുണ്ടാകുമോ? സുന്നത്ത് എത്ര വർഷമായി തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നമ്മൾ എടുക്കുന്നുണ്ടോ? റമദാൻ ഇല്ലെങ്കിൽ നമുക്ക് നോമ്പില്ല.
റമദാനില്ലെങ്കിൽ നമുക്ക് തറാവില്ല, റമദാനില്ലെങ്കിൽ നമ്മൾ ഖത്തം തീർക്കൂല, റമദാനില്ലെങ്കിൽ നമ്മൾ ഇത്ര സ്വതക്കും കൊടുക്കൂല, റമദാനില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോലെ ഇരിക്കൂല. പടച്ചോ നമുക്ക് സ്വർഗത്തിന് വേണ്ടി തന്നതാണ്. ആ ദിവസമാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ അങ്ങാടിയിൽ പോയി നമ്മുടെ നാട്ടിലെ യുവാക്കളും യുവതികളും അടക്കം ഭക്ഷണശാലയുടെ മുന്നിൽ പോയി തറാവീഹ് പ്രശ്നമല്ല, ദിക്ർ പ്രശ്നമല്ല, ഖുർആനോത്ത് പ്രശ്നമല്ല, തഹജ്ജുദ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല, അവിടേക്ക് നമ്മൾ എത്തിപ്പെടരുത്. മൻത്വാല അംറു, പടച്ചോനൊരാൾക്ക് ആയുസ് നൽകാൻ, വസാ അമലുഹു, ആ ആയുസ് പടച്ചതമ്പുരാൻ നൽകിയ മഹനീയമായി ഈ ആയുസിനെ നഷ്ടപ്പെടുത്തി കളയരുത്. ഒന്നാമത്തെ തീരുമാനമാകണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അറിയോ? ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമ്മൾക്ക് തന്ന ഈ മഹനീയമായ ഈ സൗഭാഗ്യത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? നമ്മളെക്കാളും ആരാധനയിൽ നമ്മളെക്കാൾ കൂടുതൽ സജീവമായ, നമ്മളെക്കാൾ കൂടുതൽ ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളെ മാത്രം ആരാധന വിഷയത്തിൽ നമ്മൾ മാതൃകയായി സ്വീകരിക്കണം. ഉൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും വലാ തൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. തഖ്വന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും ശ്രേഷ്ഠതയുള്ളവരെ നമ്മൾ പരിഗണിച്ച് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തണം. എനിക്ക് അഹിലം റമദാനിന്റെ അതുവരെ പരിചയമുള്ള ഒരാളുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചല്ല, 63 വയസ്സാണ്. അങ്ങാടിയിലാണ് അദ്ദേഹത്തിന്റെ മഹലിലെ പള്ളി. അങ്ങാടിയിൽ 5 വക്ത്, 2 കണ്ണിനും കാഴ്ചയില്ലാതെ 5 വക്ത് അദ്ദേഹം നടന്ന് പള്ളിയിൽ പോകും. സഹോദരങ്ങൾ, ഞാനെന്തിനാ അങ്ങാടിയിൽ എന്ന് പറയുന്നത് അറിയോ? ഒരു ഗ്രാമപ്രദേശത്തെ എൻ്റെ നാട്ടിൽ ഒരു പള്ളിക്ക് പോകണമെങ്കിൽ അധികം റിസ്ക് ഇല്ല. ആ ഗ്രാമപ്രദേശത്തിൽ റോഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് നേരെ പള്ളിക്കെത്താം. അദ്ദേഹം നടന്നു പോകണതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. 2 കണ്ണുമില്ലാതെ ഇങ്ങനെ പാൻറ്റിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയൊരു വണ്ടി വരുമ്പോൾ അദ്ദേഹം ഫോൺ കേട്ടിട്ട് പേടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. കാരണം ഇപ്പുറത്തേക്ക് മാറി ഇപ്പുറത്ത് വേറെ വണ്ടി ഉണ്ടോയെന്ന് അറിയില്ല. ആ വണ്ടി വാഹനം അദ്ദേഹത്തെ വകഞ്ഞു മാറ്റി പോവും. വീണ്ടും അദ്ദേഹം നടക്കും. കുട്ടികൾ സൈക്കിളിൻ്റെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കും, കുത്തോന്ന് പേടിച്ചിട്ട്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് എന്താ കൊണ്ടേ അറിയോ? 2 കണ്ണുമില്ലാതെ 63 വയസ്സുള്ള നമ്മുടെ വാപ്പാന്റെ പ്രായമുള്ളൊരു മനുഷ്യൻ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ ഒരു വക്ത് പോലും മുടങ്ങാതെ പള്ളിയിലേക്ക് നടന്ന് പോകുമ്പം അയാളുടെ കൂടെയാണ് ഞാനും നിങ്ങളും. 2 കണ്ണും 2 കാലും വാഹനവും സൗകര്യമുള്ള വീട്ടിൽ താമസിക്കണം നമ്മൾ. പരലോകത്ത് നിൽക്കേണ്ടി വരിക എന്ന് ചിന്തിക്കുന്നിടത്താണ് മുജാഹിദ് ഉണ്ടാകുന്നത്, മുഅ്മിൻ ഉണ്ടാകുന്നത്, മുത്തഖി ഉണ്ടാകുന്നത്. അയാളുടെ കൂടെ ഞാൻ പരലോകത്ത് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് റമദാനിലെങ്കിലും ഷോപ്പിൽ നിന്ന് അത്തഹിയാത്തെങ്കിലും കിട്ടണം, ജമാഅത്തെങ്കിലും നഷ്ടപ്പെടരുത് എന്ന് തീരുമാനിക്കാനുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ നമ്മളെക്കാളും തഖ്വയിൽ ജീവിക്കുന്നവരെ നമ്മൾ മാതൃകയായി സ്വീകരിക്കണം. സഹോദരിമാരെ, റമദാനിലെ ഒരു മഹല്ലില് 29-30 ദിവസം ക്ലാസ് നടക്കും. ളുഹറിനാണ് ആ ക്ലാസ് നടക്കുന്നതിൽ എല്ലാ ക്ലാസ് എടുക്കുന്ന മൗലവിമാരും അവരുടെ നാട്ടിലെ ഏതെങ്കിലും നന്മയുള്ള കാര്യങ്ങൾക്ക്, പള്ളികൾക്കോ യതീംഖാനകൾക്കോ അല്ലെങ്കിൽ ദീനിയായ സ്ഥാപനങ്ങൾക്കോ വേണ്ടി പിരിവുകൾ നടത്തും. സ്വാഭാവികമാണ്. ആ 30 ക്ലാസ്സിനും ഓരോ ദിവസവും 100 രൂപ വീതമായി വരുന്ന ഒരു സാധു ഉമ്മ ഉണ്ട്. അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയോ? ആ ഉമ്മയുടെ ജോലി തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പിന് പോകുന്ന ഒരു ഉമ്മ എല്ലാ ദിവസവും 100ന്റെ നോട്ടുമായി വരും ക്ലാസ് കേൾക്കാൻ. എന്നിട്ട് ഏതെങ്കിലും മൗലവിമാർ അവിടെ നാട്ടിലുള്ള ദീനിയായ കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ തന്നാൽ കഴിയുന്ന ആ 100 രൂപ അതിലേക്കിടും. സ്വാഭാവികമായി ഇത് സ്ത്രീകളുടെ ഭാഗത്തൊരു ചർച്ച ഉണ്ടാവുമല്ലോ. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ സഹോദരനോട്, ഉമ്മാനോട് സംസാരിച്ചു. തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വേറെ ഒരു വരുമാനമുണ്ടെങ്കിൽ ആ ജോലിക്ക് ഇറങ്ങൂല. അവനാൻ്റെ മക്കളിൽ ആർക്കെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഇമ്മാങ്ങളതിന് ഇറങ്ങണ്ടെന്ന് പറയും. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ജീവിതം കൂട്ടിമുട്ടിക്കുവാൻ അധ്വാനിക്കുന്ന ഒരു ഉമ്മ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഉമ്മയാണ് റമദാനിലെ ഓരോ ദിവസവും അവനാൽ കഴിയുന്ന 100 രൂപ അള്ളാന്റെ മാർഗത്തിൽ സ്വതം കൊടുക്കുന്നത്. അപ്പൊ അമ്മാനോട് സംസാരിച്ച ഉമ്മ പറഞ്ഞ വാക്കെന്തറിയോ? മൗലവി, ഞാൻ പള്ളിക്കത്തെ ഖത്തീബിന്റെ ഖുത്ബ കേട്ടു. റമദാനിന്റെ പുണ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഖുത്ബ കേട്ടു. ആ ഖുത്ബയിൽ മൗലവി പറഞ്ഞു,
റമദാനിൽ നിങ്ങൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ ദാനധർമ്മം വർദ്ധിപ്പിക്കണം. എന്നിട്ട് അതിന് മൗലവി ഉദാഹരണമായിട്ട് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീശിയടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു റമദാനിൽ. അങ്ങനെ മൗലവി അത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റുകളൊക്കെ പറഞ്ഞിങ്ങനെ പോയി അവസാനിപ്പിച്ചു. ഞാൻ അവിടെ ആലോചിച്ചത്, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ആലോചിച്ചത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന ആളാണല്ലോ എൻ്റെ നബി. അല്ലേ സൗങ്ങളെ? അല്ലേ? 2 മാസം വീട്ടിൽ അടുപ്പിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്തതിന്റെ ഭാഗമായി പുക പൊന്താത്ത വീടാണ് നബി. ഖന്തക്കിൽ ബാക്കിയുള്ളവർ പട്ടിണി കൊണ്ട് ഒരു കല്ല് വെച്ച് വയറ്റിൽ വെച്ച് കെട്ടിയപ്പോ പട്ടിണി കൊണ്ട് നടുവൊന്ന് നേരെ നിൽക്കാൻ 2 കല്ല് വെച്ച് കെട്ടിയ ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി എങ്ങനെയാണ് റമദാനിൽ ദാനധർമ്മം ചെയ്തത്? ഞാൻ അതാണ് ആലോചിച്ച പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഇന്നെക്കാളും കഷ്ടപ്പാടാണല്ലോ നബിക്കുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ദീൻ പഠിക്കാൻ വേണ്ടി സഹാബാക്കൾ നമ്മുടെ അമ്മ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിനോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പം ആയിഷ റളിയല്ലാഹു ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ. പറഞ്ഞു കൊടുക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, അന്ന് ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഇരുട്ടായിരുന്നു. അപ്പൊ സഹാബാക്കൾ വെച്ചു, ഉമ്മ ഇരുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചുകൂടായിരുന്നോ? വിളക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിൽ ഒലീവിൻ്റെ എണ്ണയാണ് ഒഴിക്കുക. വിളക്ക് കത്തിച്ചുകൂടായിരുന്നോ? അത് നമ്മുടെ അമ്മാന്റെ മറുപടി എന്താ അറിയോ? വിളക്കിലേക്ക് ഒഴിക്കാൻ ഒലീവിൻ്റെ എണ്ണയുണ്ടായിരുന്നെങ്കിൽ ഞാനും പ്രവാചകനും കുടിച്ച് വിശപ്പ് മാറ്റുമായിരുന്നു. നിങ്ങൾ ചോദിക്കണേ, വിളക്ക് കത്തിക്കാൻ എണ്ണ ഉണ്ടായിരുന്നതല്ലേ? എണ്ണയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കൂല. അവനവന്റെ ശരീരത്തിലെ വിശപ്പിന്റെ ആളിക്കത്തുന്ന തീനാളങ്ങൾ ഞാനും നബിയും കുടിച്ചിട്ട് മാറ്റുമായിരുന്നു. അതിന് പോലും ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകൻ എങ്ങനെയാണ് റമദാനിൽ ദാനധർമ്മം ചെയ്തത് ഞാൻ ആലോചിച്ചു. ഏതായാലും പ്രവാചകന്റെ വീടോളം ഈത്തപ്പന ഓല കെട്ടിയ വീടല്ലല്ലോ എൻ്റെത്. പ്രവാചകന്റെ വീടിന്റെ അടിയിലെ മണൽത്തിട്ട പോലെ മണലല്ലല്ലോ. 20 റുപ്യന്റെ ടൈൽസ് എങ്കിലും വീട്ടിന്റെ ഉള്ളിലുണ്ടല്ലോ. തേക്കാത്ത ഹോളോ ബ്രിസെങ്കിലും എൻ്റെ വീട്ടിലുണ്ടല്ലോ. എല്ലാ റൂമിലും AC ഇല്ലെങ്കിലും ഒരു റൂമിലെങ്കിലും ഫാൻ ഉണ്ടല്ലോ. ആ നബി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ടവളാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ ഞാൻ കുറച്ചിങ്ങനെ എടുത്തുവെച്ചു. കുറച്ച് എനിക്കതേ കഴിയുള്ളൂ. കാരണം പട്ടിണി പ്രാരാധമുണ്ട്. ഞാൻ കുറച്ചെടുത്തു വെച്ചു. ബാക്കി ആംഗ്ലമാരെപ്പോഴെങ്കിലും ഒരു 200 റുപ്യ തരും. ഞാനൊരു 3000 റുപ്യ അയാൾ കെട്ടിവെക്കും. റമദാനിന്റെ ഒരാഴ്ച മുൻ ഇക്കാക്കാന്റെ കൈ കൊടുത്തിട്ട് പറയും, ഇക്കാക്ക 3000 റുപ്യ ഉണ്ട്, 100 നോട്ടിന് 30 എണ്ണാക്കിയിട്ട് നിങ്ങളൊന്ന് കൊണ്ടുവരട്ടോ എന്ന് പറയും. പെട്രോൾ പമ്പിലോ ബാങ്കിലോ പോയിട്ട് ഇക്കാക്ക 100 റുപ്യന്റെ 30 എണ്ണാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് എൻ്റെ കയ്യിൽ തരും. ഓരോ ക്ലാസ്സിന് ഞാൻ ഇത് വന്ന് കൊണ്ടുവന്ന് കൊടുക്കും. സോങ്ങളെ, ആ സഹോദരിൻ്റെ ബേക്കിലാ ഞാനും നിങ്ങൾ പരലോത്ത് വന്ന് നിൽക്കേണ്ടി വരിക. ഞാൻ മാഷാണ്, ഞാൻ ഹൈസ്കൂൾ മാഷാണ്. ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ നിയമത്ത് മൊത്തം കിട്ടിയ ആളാണ് ഞാനൊക്കെ. നമ്മളൊക്കെ അങ്ങനെയല്ലേ സോങ്ങളെ? അല്ലേ? ജീവിതത്തിൽ പട്ടിണി കൊണ്ട് തൊഴിലുറപ്പിന്നിറങ്ങുന്ന ഒരു സഹോദരി പ്രവാചകന്റെ ഹദീസ് കേട്ട് ദാനധർമ്മത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ശമ്പളം വാങ്ങുന്ന ഞാൻ, കച്ചവടം ചെയ്യും നമ്മൾ, ഗൾഫിൽ മക്കളുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമാണ് സ്വാധീനിച്ചിട്ടുണ്ടാകുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഉൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. ദീനിന്റെ വിഷയത്തിൽ പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്നവരെ നോക്കണം, തറാവീഹിന് സ്ഥിരമായി പോകുന്നവരെ നോക്കണം, നമ്മളെക്കാളും ദാനധർമ്മം ചെയ്യുന്നവരെ നോക്കണം. അതാണ് തഖ്വ. തിരിച്ചാണ് ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലെ ആയത്ത് എന്താ അറിയോ? വലാ തുസക്കു അൻഫുസക്കും. തൗഹീദുള്ളവരെ, ഒരിക്കലും നമ്മൾ സംഭവമാണ് നമുക്ക് തോന്നരുത്. വല്ലാത്ത വാക്കാ ഖുർആനിലേത്. എനിക്കൊരിക്കലും തോന്നരുത് അറിയോ? ക്ലാസ് എടുക്കണ്ടല്ലോ, പ്രസംഗിക്കണ്ടല്ലോ, പഠിപ്പിക്കണ്ടല്ലോ, ഖുർആൻ ഓതുണ്ടല്ലോ, മെച്ചാണ് തോന്നരുത്. ശൈത്താൻ പിടിച്ചതിന്റെ ഒന്നാമത്തെ അടയാളാണ് തോന്നരുത്. കൂട്ടരെ. 1 കിലോമീറ്ററിൽ 7 പള്ളികളുടെ സ്ഥലമായിരുന്നു ഗസ. 1 കിലോമീറ്ററിൽ 7 പള്ളി. ഇന്ന് 7 കിലോമീറ്ററിൽ ഒരു പള്ളി പോലും ഇല്ലാത്ത സ്ഥലമുണ്ട്. അവിടെയും നടക്കുന്നുണ്ട് തറാവീഹ് 3 മണിക്കൂർ. അവിടെയും നടക്കുന്നുണ്ട് ഇഫ്താർ. അവിടെയും നടക്കുന്നുണ്ട് നോമ്പ്. അവിടെയും നടക്കുന്നുണ്ട് ഖുർആൻ പാരായണം. ആ കുട്ടികളുടെ മുന്നിലാണ് നമ്മൾ പോയി നിൽക്കേണ്ടത് ഈ തറാവീം കൊണ്ട്. ഏത്? അവിടെ അരമണിക്കൂറുള്ള, ഇവിടെ 3/4 മണിക്കൂർ. അരമണിക്കൂർ പിടിച്ചോട്ടാന്ന് പോണം തറാവിണ്ടല്ലോ. അത് അവിടെ നിൽക്കേണ്ടി വരിക. അവനാന്റെ മുന്നിലേക്ക് ഏതെങ്കിലും സാധുക്കളായ മനുഷ്യന്മാർ ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുമ്പോണ്ടല്ലോ,
കിട്ടുന്ന 5 കാരക്കയിൽ നിന്ന് ഒരു കാരക്ക സഹോദരന് ദാനധർമ്മം ചെയ്യുന്ന ഗസയിലെ കുട്ടികളുടെ കൂടെയാണ് ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ പോയി നിൽക്കേണ്ടി വരിക. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക ഹുമുൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം തുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. പടച്ചോന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന മുൻഗാമികൾ, പിൻഗാമികളിൽ കുറവാണ് ആളുകൾ. ആ കുറവിലെങ്കിലും നമ്മൾ പെടണം. രണ്ടാമത്തെ കാര്യതാണ്, നമ്മൾ സംഭവമാണ് നമുക്ക് തോന്നരുത്. തോന്നിയാ കഴിഞ്ഞു. പ്രവാചകന്റെ വാക്ക് അങ്ങനെ തന്നെയാണ്. സലാത്തുൻ മുഹ്ലികാത്ത്, 3 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ശൈത്താൻ നമ്മളെ പിടിച്ചു എന്നാണ്. അതിലൊന്നെന്താ അറിയോ? ഞാൻ തിരക്കടില്ല, ഞാൻ രസമായിട്ട് പറയില്ല കേട്ടോ. ഒരു മഹലിലെ ആ മഹലില് അവിടുത്തെ ISM MSM കൂടിയിട്ട് പറഞ്ഞു, മൗലവി ഈ പള്ളിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ 10, 40, 35, 40 വയസ്സുണ്ട്. പള്ളിക്കൊന്ന് ബാങ്ക് കേട്ട് ആദ്യം ഓനാ വരേണ്ടത്. പക്ഷേ ഓനാകെ ജുമാക്കേ വരുള്ളൂ. കാര്യമായിട്ടൊന്ന് പോയി പറഞ്ഞു കൊടുത്താൽ നമുക്ക് വല്ല മാറ്റം ഉണ്ടാകുമോ? അങ്ങനെ എല്ലാവരും കൂടി പോയി ഓൻ്റെ അടുത്ത്. എന്നിട്ട് പള്ളി, ജമാഅത്ത്, സ്വർഗം, നരകം, ജമാഅത്തിന് എത്തണ്ടീൻ്റെ പ്രാധാന്യം, ബാങ്ക് കേട്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറ്റതൊക്കെ പാടെ 35 മിനിറ്റ് പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് എന്താ എൻ്റെ നിലപാട് ചോദിച്ചു. ഓൻ വന്നിട്ട് പറഞ്ഞു, മൗലവി ഇവിടുന്ന് 2 പേരെ അപ്പുറത്തുണ്ട് ഒരു സൈദലവി, ഓൻ പെരുന്നാൾക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ധാരണയിലും അത്യാവശ്യം മെച്ചാണ്. ഓൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വരുന്നുണ്ടല്ലോ, സൈദലവി കൊല്ലത്തിൽ 2 വരുന്നുള്ളൂ. ഈ ധാരണയാണ് സത്യത്തിൽ നമ്മുടെ ധാരണ. നമ്മളിങ്ങനെ നിന്നാണ്ട് ഞാൻ ഇങ്ങോട്ട് പറയണേ, ഇങ്ങനെ നിന്നാണ്ട് നമ്മളിങ്ങനെ ആലോചിക്കാം, ഞാൻ ശിർക്ക് ചെയ്യണില്ലല്ലോ, ഞാൻ ബിദ്അത്ത് ചെയ്യണില്ലല്ലോ, ഞാൻ ഖുറാഫാത്ത് ചെയ്യണില്ലല്ലോ, ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം മനുഷ്യ സ്വാഭാവികമായിട്ട് തെറ്റുണ്ടാവില്ലേ? അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് അള്ളാഹ് പുറത്തല്ലേ. ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ എനിക്കൊന്നും ഇപ്പോൾ സ്വർഗം കിട്ടില്ല, പിന്നെ ആർക്കും ഇത് കിട്ടുക? നബി സഹാബാക്കൾ സത്യത്തിൽ ഇനിയും കൂടി സ്വർഗത്ത് കൊണ്ടുപോയില്ലേ? നബി സഹാബാക്കളും ഒറ്റപ്പെട്ടോ എന്നുള്ളോടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ശൈത്താൻ നശിപ്പിക്കാൻ. അപ്പം എന്താ അറിയോ? അപ്പം എന്താ വെച്ചാൽ AC ഇല്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഞാൻ AC-ക്കല്ല പ്രശ്നം പറയുന്നത്, AC ഇല്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഖുർആൻ ഓതാത്തതിൽ സങ്കടം ഉണ്ടാവില്ല. കാരണം ഞാൻ മെച്ചാണ്. ജമാഅത്ത് നഷ്ടപ്പെണ്ണിൽ കുറ്റബോധം ഉണ്ടാവില്ല. ഇതുവരെ 11 നിസ്കരിച്ച ഒരു ദിവസമെങ്കിലും പടച്ചോനെ 2 റക്അത്ത് കുറഞ്ഞല്ലോ എന്നത് സങ്കടമായിട്ട് ബാക്കി ഉണ്ടാവില്ല. കാരണം ഞാൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ ചിന്തയുടെ ഒരു ചെറിയ അംശം സഹാബാക്കളുടെ സംസാരത്തിൽ വന്നപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കിയത്. സഹാബാക്കൾ വെച്ചില്ല, നബിയെ ഹിജറ കഴിഞ്ഞു, ബദർ കഴിഞ്ഞു, നബിയെ അള്ളാന്റെ സഹായം ഉണ്ടാവും, മുത്തഖീങ്ങൾക്ക് ത്യാഗം ചെയ്യണവർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മത്താ നസ്റുല്ലാഹ്, നബിയെ ഞങ്ങൾ ഹിജറയും കഴിഞ്ഞു, ബദറൊക്കെ കഴിഞ്ഞു, എന്തേ അള്ളാന്റെ സഹായം ഉണ്ടാകാത്തത്? അള്ളാന്റെ ആയത്ത് എന്താ? അം ഹസിബതും അൻ തദ്ഖുലൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമു സ്വാബിരീൻ മസ്സത്തുഹുൽ ബഅസാ വദ്ദറാ വസുൽസിലു. ആരോടാ പറയണറിയോ? ബിലാൽ റളിയല്ലാഹുവിനോട്. ആരോടാ പറയണറിയോ? സോങ്ങളെ അമ്മാർ റളിയല്ലാഹു. ആരോടാ പറയണത്? സഹാബാക്കളോട്. സഹാബാക്കൾ നിങ്ങളൊരു ഹിജറ കഴിഞ്ഞപ്പോഴേക്കും, ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും, 2 അടി കൊണ്ടപ്പോഴേക്കും നിങ്ങൾ ത്യാഗം ചെയ്തു നിങ്ങളുടെ മനസ്സിൽ തോന്നിയേ? നിങ്ങളുടെ മുൻഗാമികളെ തീനാളത്തിന്റെ കുണ്ടുണ്ടാക്കിയിട്ട് ജീവനോടുകൂടി അതിൽ പുടുങ്ങിയെടുത്തിട്ടുണ്ട്, പച്ചക്ക് നേർക്കുനേരെ മുറിച്ചിട്ടുണ്ട്, കൈകാലുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്, ജീവനോടുകൂടി കുഴിച്ചു മൂടിയിട്ടുണ്ട്, പലക കൊണ്ട് കുരിശുണ്ടാക്കി ആണിയടിച്ചിട്ട് ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ട്. നിങ്ങൾ സഹിച്ചുകണോ? ഇല്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ സംഭവമാണ്? ഈ ആയത്തൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ സംഭവം തോന്നരുത്. അതിനകത്ത് മോശമാണെന്നല്ല, നമുക്ക് വളരാണ്ട്, തഖ്വ കൂടാനുണ്ട്, ഇബാദത്ത് വർദ്ധിപ്പിക്കാണ്ട്. നമുക്ക് തറാവി നിർത്താനായിട്ടില്ല, ഖുർആനോത്ത് നിർത്താനായിട്ടില്ല, പഠനം നിർത്താനായിട്ടില്ല, പള്ളിയായിട്ട് ബന്ധം നിർത്താനായിട്ടില്ല. രണ്ടാമത്തെ കാര്യതാണ്, നമ്മളെക്കാളും ഇബാദത്ത് എടുക്കുന്നവരെ മാതൃകയാക്കി നമ്മൾ ഇബാദത്തിൽ മുന്നേറുക. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. 3 റമദാൻ കഴിയുമ്പോഴേക്കും നമ്മളിൽ ഉണ്ടാകേണ്ടത് പൂർണ്ണമായും നമ്മുടെ പാപങ്ങൾ കഴുകണം. മൻ അദ്റക റമദാൻ ഒരാൾക്ക് കിട്ടി, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് കംപ്ലീറ്റ് പാപവും അയാൾക്ക് കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് പാപവും കഴുകിയിട്ടില്ലെങ്കിൽ റഗിമ അൻഫുഹു, ശാപുണ്ടാകട്ടെ എന്നാണ്. സോളെ അതിനാണ് നമ്മൾ തൗബ, പശ്ചാത്താപം എന്നൊക്കെ പറഞ്ഞിട്ടോ. സത്യത്തിൽ നമ്മളൊരു കുടുംബമായിട്ട് ചർച്ച ചെയ്യാട്ടോ. നമ്മൾ നടത്തുന്നത് പലപ്പോഴും പള്ളിയിൽ എന്താ അറിയോ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. സോളെ ഇത് തൗബിയ പശ്ചാത്തലമല്ല, അത് ദിക്റാണ്.
കൂലുണ്ടാവും. പക്ഷെ നമ്മുടെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയുന്ന പ്രാർത്ഥന ഇതല്ല. നമ്മുടെ പാപങ്ങൾ കഴുകാൻ, നമ്മുടെ കുറ്റങ്ങൾ അല്ല പൊറുക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാണെന്നറിയോ? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഉറച്ച ബോധം നമ്മുടെ മനസ്സിലുണ്ടാണ്. 2, അല്ലാഹു ആ തെറ്റ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, പടച്ചോൻ ആ തെറ്റ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നരകത്ത് പോകും എന്ന ഭയം ഉണ്ടാകണം. 3, ആ തെറ്റ് പൊറുക്കാൻ വേണ്ടി കാരുണ്യവാനോട് നമ്മൾ കേഴണം. ഇത് 3 നടക്കുമ്പോഴേ പാപം പൊറുത്തിട്ടുള്ളൂ. ഒന്നെന്താ അറിയോ? തെറ്റ് ചെയ്തിട്ടുള്ള ബോധം. 2, ആ തെറ്റ് അല്ല പുറത്തുനിന്നില്ലെങ്കിൽ നരകം കിട്ടും. നിസ്കരിച്ചോണ്ടിരുന്നാലും നരകം കിട്ടും, ഇബാദത്ത് ചെയ്താലും നരകം കിട്ടും, ആ തെറ്റ് അല്ല പുറത്തുനിന്നിട്ടില്ലെങ്കിൽ. 3, ആ തെറ്റ് പുറത്ത് കിട്ടാൻ അല്ലാഹുവിനോട് നമ്മൾ യാചിക്കണം. ഇത് 3 സംഭവിച്ചാലേ പാപം പൊറുക്കുള്ളൂ, വൻ പാപങ്ങളൊക്കെ പൊറുക്കുള്ളൂ. എന്താണ് ഇസ്ലാമിക തെളിവ്? നമ്മുടെ വാപ്പയും ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ ബീബിയും അള്ളാഹു സ്വർഗത്തിൽ അവരെ പുറത്താക്കി. ഞങ്ങളെ എത്ര തെറ്റ് ചെയ്തിട്ടാ പുറത്താക്കി? 1 തെറ്റ്, 2 അല്ല, 10 അല്ല, 1 തെറ്റ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇറങ്ങിയതിനു ശേഷം അവർ നടത്തുന്ന പ്രാർത്ഥന അറിയണോല് മനസ്സ് പ്രാർത്ഥിക്കുക. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിൻ. റബ്ബനാ വലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തു. എന്ത് പറഞ്ഞതറിയോ? പടച്ചോനെ, ആയിരക്കണക്കിന് നിയമം നീ ഞങ്ങൾക്ക് വെച്ചു, അതിൽ 999 ഞങ്ങൾ അംഗീകരിച്ചു. ആ പഴം കഴിക്കണ്ട എന്ന ഒരു തെറ്റല്ലേ അല്ലാഹ് ചെയ്തത്? ഒരു തെറ്റല്ലേ അല്ലാഹ് ചെയ്തത് എന്നല്ല ചോദിച്ചത്. അങ്ങനെ പറഞ്ഞാൽ തൗബയാകൂല. ഞാൻ ഇടത്തെ കൈകൊണ്ടൊക്കെ വെള്ളം കുടിക്കണം, അതിന് മാത്രം വല്ല തെറ്റാണോ? കല്യാണത്തിന്റെ അന്ന് ഔറത്ത് മറക്കാത്ത അതിനും വല്ല തെറ്റാണോ? കച്ചവടമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിന് മാത്രം വല്ല തെറ്റാണോ? ദേശം വരുമ്പോ ഞാൻ ചീത്തറിയണം, അതിന് മാത്രം വലിയ തെറ്റാണോ? മനുഷ്യന്മാരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ? അതൊക്കെ കുത്തിപ്പറയാൻ മാത്രം ഉണ്ടോ? തൗബയാകൂല കൂട്ടരെ. ഒരു തെറ്റാ നമ്മളെ വാപ്പിയും ചെയ്ത്, ഒരൊറ്റ തെറ്റ്, ബാക്കിയൊക്കെ അനുസരിച്ചതാണ്. റബ്ബനാ വലംനാ അൻഫുസനാ, പടച്ചോനെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പടച്ചോനെ നീ അത് ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ആ ഒരു തെറ്റ് നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, അത് മാത്രം മതി നരകത്ത് പോകാൻ നാഥാ. നമ്മൾ എന്താ അല്ലാഹുവിനെ തേടേണ്ടറിയോ? പള്ളിയിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് ശാന്തമായിട്ടിരുന്നിട്ടേ, പടച്ചോനെ ഇന്റെ ഈ ഫോണിൽ കഴിഞ്ഞ 11 മാസമായിട്ട് അർദ്ധനഗ്നയും മുക്കാൽ നഗ്നയും ഒക്കെയായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വീഡിയോകളും ചിത്രങ്ങളും ഇഷ്ടപ്പെട്ടിട്ടും അല്ലാതെയും തോന്നിയാസായിട്ടും ഈ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. പടച്ചോനെ കണ്ടിട്ടുണ്ട്. വാതിലുകൾ കുറ്റിയിട്ട് പുതപ്പിനുള്ളിൽ ഹെഡ്സെറ്റ് വെച്ച് കണ്ടിട്ടുണ്ട്. പടച്ചോനെ നിനക്കിട്ടല്ലാത്ത പലതും അതിലൂടെ കേട്ടിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. റഹ്മാനായ നാഥ, ആ മുഴുവൻ രംഗങ്ങളും വീഡിയോകളും ചിത്രങ്ങളും, ആ നിനക്കിഷ്ടമില്ലാത്ത രംഗങ്ങളും നാളെ പരലോകത്ത് വന്ന് യൗമത്തുബിലസറായിർ, ആളുകളുടെ മുന്നിൽ ഇന്റെ ഭാര്യന്റെ, ഇന്റെ ഭർത്താവിന്റെ, ഇന്റെ മക്കളുടെ, ഇന്റെ ആങ്ങളമാരുടെ, പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ചിട്ട് നീ പ്രദർശിപ്പിച്ചാൽ, നാഥാ ഈ കണ്ണ് മാത്രം മതിരിക്ക് നരകത്ത് പോകാൻ നീ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് പുറത്തു തരേണമേ എന്ന് യാചിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന 10 ദിവസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നിക്കണമെന്ന് ആലോചിക്കുക. ഇല്ല എന്നല്ല, ആലോചിക്കുക. അതിന്റെ പേരാ പശ്ചാത്താപം, അതിന്റെ പേരാ. അല്ലാഹുവേ, ഞാൻ സംസാരിച്ചെടുത്ത് ഇന്റെ വാപ്പ ചിലപ്പോഴൊക്കെ എന്നോട് പറയണ, എന്ത് വർത്താനാണ് ഈ പറയണത്? ഇമ്മച്ചി വെച്ചിക്കണ്, എന്താണ് ഇങ്ങനെ സംസാരിക്കണ്? പടച്ചോനെ, ഞാൻ ദേഷ്യപ്പെട്ട് വർത്താനം പറയുമ്പം ഇന്റെ വാക്കുകൊണ്ട് ഇന്റെ വാപ്പാക്ക് വേദന ഉണ്ടായിക്കണ്, ഉമ്മാക്ക് വേദന ഉണ്ടായിക്കണ്, പലർക്കും വേദന ഉണ്ടായിക്കണ്. പടച്ചോനെ, ഞാൻ തൗബ ചെയ്യാൻ നേരത്തിന്റെ വാപ്പ മരിച്ചു വയ്ക്കണ്. പടച്ചോനെ, ആ വേദനയുള്ള വാക്കെല്ലാം കൂടി പരലോകത്തേക്ക് വന്നാൽ നാഥാ എനിക്ക് നരകത്ത് പോകാൻ അത് മതി. നാഥാ, എന്റെ സംസാരത്തിൽ വന്ന അബദ്ധങ്ങൾ, ഗീബത്തുകൾ, നമീമത്തുകൾ, കുറ്റംവരകൾ, ആക്ഷേപങ്ങൾ, നാഥാ നീ എനിക്ക് പുറത്തു തരണമേ. റമദാന്റെ ശ്രേഷ്ഠത കൊണ്ട് പുറത്തു തരണമേ. സോളെ പ്രാർത്ഥിക്കണ്ടേ? ഇതൊന്നും പ്രാർത്ഥിക്കാതെ ഞാൻ ഇതായിട്ട് പറയട്ടോ. ആൾക്കാർ നമ്മൾ പ്രാർത്ഥിക്കട്ടോ അല്ലാഹുവിനോട് തൗബയാണ്. അല്ലാഹുവേ, എന്നിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അത്ര ഭക്തരാണ്, വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പില്ല, അത്രയും ദീനിയാണ്. ഇങ്ങോട്ടും അല്ലാക്ക പണി എന്ത്? 2025 മഹമ്മൂദിന് വല്ലതും തെറ്റ് പറ്റുപോയിക്കണോ അല്ല നോക്കണം. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോട് ഇരുന്നിട്ട് നമ്മുടെ കാര്യം പറയലാണ്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കണേ. ചിലപ്പോഴെങ്കിലും നമ്മളെ മനസ്സിലുണ്ടാവും അതിന് മാത്രമൊക്കെ ഉണ്ടോ. ഒറ്റ ഹദീസ്, ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിലെ
നബിനോട് നബി അതിന് മാത്രമൊക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ധാരണ ഇങ്ങനെ വന്നപ്പോൾ നബി എന്ത് ചെയ്തറിയോ? സഹാബാക്കളെ കൂട്ടി ഇങ്ങനെ പോയി, ഒരു കൂട്ടം സഹാബാക്കളെ മരുഭൂമിക്ക് പോയി. ഇത് എന്ത് മറന്നാലും ഇത് മറക്കരുത് കേട്ടോ, ക്ലാസിൻ്റെ അവസാനമാണ്, ഇത് മറക്കരുത്. സഹാബാക്കളെയും കൂട്ടി മരുഭൂമിയിൽ പോയി. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തറിയോ? സഹാബാക്കളോട് മുഴുവൻ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് വെച്ചു, നിങ്ങൾ മരുഭൂമിയിൽ ഇങ്ങനെ ശരിക്കും നോക്കി, ഇങ്ങനെ നോക്കി, നിങ്ങൾ എന്തെങ്കിലും മാലിന്യങ്ങൾ കാണുന്നുണ്ടോ? സഹാബാക്കൾ ഇങ്ങനെ ചുറ്റും നോക്കി, പ്രത്യേകിച്ച് മാലിന്യമൊന്നും കാണില്ല. അപ്പോൾ സഹാബാക്കൾ നബിയെ പ്രത്യേകിച്ചൊന്നും കാണില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ടീമാക്കി സഹാബാക്കളെ. എന്നിട്ട് ഒരു ടീമിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണങ്ങിയ വിറകിൻ്റെ കൊമ്പില്ലേ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് കൂട്ടണം. രണ്ടാമത്തോട് പറഞ്ഞു, കരിയിലകൾ പോലെ, മരുഭൂമി കാണുന്ന ഇലകൾ പോലെയുള്ള അങ്ങനത്തെ മാലിന്യങ്ങൾ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നത് ഇവിടെ കൊണ്ടുവന്ന്, എല്ലുകൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ വന്ന് കൂട്ടണം. മൂന്നാമത്തെ ടീമിനോട് പറഞ്ഞു, ഇത് രണ്ടുമല്ലാത്ത, നമുക്ക് നജസല്ലാത്ത, കൈകൾ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കൂട്ടണം. 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് പ്രവാചകന്റെ മുന്നിൽ മരക്കമ്പുകളുടെ, കരിയിലകളുടെ, മറ്റ് മാലിന്യങ്ങളുടെ 3 കൂമ്പാരങ്ങൾ കൂടി നിന്നു. പ്രവാചകൻ സഹാബാക്കളെ ആ 3 കൂമ്പാരങ്ങളുടെ ചുറ്റും നിർത്തി ഒറ്റ വാചക പറഞ്ഞു, കദാലിക്കും അദുനൂബു ഫീ യൗമിൽ ആഖിറ, ഇപ്രകാരമായിരിക്കും സഹാബാക്കളെ നമ്മുടെ പാപങ്ങൾ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരിക. നബി പറഞ്ഞ വാക്കെന്തറിയോ? ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു മണിക്കൂർ മുമ്പ് എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടോ നോക്കാൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ നോക്കിയിട്ട് എന്താ എന്നോട് പറഞ്ഞത്? ഒന്നും കാണില്ല. നിങ്ങളൊരു മാലിന്യവും കാണുന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ തന്നെ 1 മണിക്കൂർ തെരഞ്ഞപ്പോൾ ഇത്രയധികം മാലിന്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, രഹസ്യമറിയുന്ന അല്ലാഹ്, പരസ്യമറിയുന്ന അല്ലാഹ്, വാതിലിന്റെ കുറ്റികൾക്ക് തടസ്സമില്ലാത്ത അല്ലാഹ്, ടൂറ് പോകുന്ന റൂമുകൾക്ക് തടസ്സമില്ലാത്ത അല്ലാഹ്, അവനവന്റെ ഫോണിന്റെ ലോക്കുകൾക്ക് തടസ്സമില്ലാത്ത അല്ലാഹ്, 19 കൊല്ലത്തെ നമ്മുടെ സംസാരം, കാഴ്ച, കേൾവി, രഹസ്യം, ജനനേന്ദ്രിയം, സാമ്പത്തികം, വ്യക്തിപരം, കുടുംബം, ഓരോന്നോരോന്ന് അല്ലാഹു പരലോകത്ത് കൊണ്ടുവന്നാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പാപങ്ങൾ ഉണ്ടാകില്ലേ പ്രിയപ്പെട്ടവരെ? എത്ര മനുഷ്യർ നമ്മുടെ വർത്തമാനം കേട്ട് കരഞ്ഞിട്ടുണ്ട്. എടാ മഹമൂദേ, അബ്ദുറഹ്മാനെ, ഫാത്തിമ, ബാക്കി എല്ലാവരും എന്നെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമല്ലടാ. പക്ഷെ ഇന്റെ വാപ്പാനെ പറ്റി പറഞ്ഞത്, ഇന്റെ അമ്മാനെ പറ്റി പറഞ്ഞത്, ഇന്റെ പെങ്ങളെ പറ്റി പറഞ്ഞത്, ബാക്കി ആര് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമുണ്ടായില്ല. പക്ഷെ നീ പറഞ്ഞതടാ നെഞ്ചത്താണ് കൊണ്ടത്, എനിക്ക് കഴിയണില്ലടാ പുറത്തരാൻ എന്ന് പറഞ്ഞിട്ടില്ല കൂട്ടരെ. പരലോകത്തത് വരൂലേ? നമ്മൾ തോപ് നടത്തിക്കണോ? നമ്മൾ പശ്ചാത്തപിച്ചിക്കണോ? നമ്മുടെ മുന്നിലേക്ക് വന്ന് പറയുന്ന ആളുകൾ എത്ര കുറച്ചാണുള്ളത്? ബാക്കി എത്ര ആളുകൾ? നമ്മൾ അങ്ങാടിയിൽ നിന്ന് മാനം കെടുത്തിയവർ, കമ്മിറ്റിയിൽ നിന്ന് മാനം കെടുത്തിയവർ, ആളുകൾക്കിടയിൽ തമാശയാക്കാൻ അയാളുടെ ദൗർബല്യം വിളിച്ചു പറഞ്ഞ് ഇരട്ടപ്പേരുണ്ടാക്കി വിളിച്ച് സങ്കടപ്പെട്ടവർ, തലയണ മുഖത്തോട് ചേർത്ത് പടച്ചവന്റെ മുന്നിൽ കരീനുണ്ടാവൂലേ? പടച്ചോനെ, ഓന്നാലിന്നെ വിളിച്ചല്ലോ, ഓളിന്നോളിന്നെ വിളിച്ചല്ലോ, എന്നെ കളിയാക്കിയല്ലോ, ആളുകൾക്കിടയിൽ അപമാനിച്ചല്ലോ. ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അവർക്കിടയിൽ പടച്ചോൻ ഒരു മറയും വെച്ചിട്ടില്ല കൂട്ടരെ. ഞാൻ നിരാശപ്പെടുത്താനല്ല, പള്ളിയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കണമെന്നും ഞാനാ പറഞ്ഞ്, ഇന്നോടാ പറഞ്ഞ് 10 മിനിറ്റ് ഇരിക്കണം. ആര് കൂടെ തറാവിക്കുന്നോലൊക്കെ പോയിക്കോട്ടെങ്ങന്മാരെ. 18 ദിവസം കഴിഞ്ഞാൽ ഓലപ്പ ടൂർ ആയിക്കോളിൻ. 18 ദിവസം ഞമ്മക്കുള്ളതാണ്, 19 ദിവസം നമ്മക്കുള്ളതാണ്. 10 മിനിറ്റ് ഇരിക്കുക, ഒരു ഭാഗത്ത് പടച്ചോണ്ട് പറഞ്ഞാൽ തുടങ്ങുക, അല്ലാഹുവേ എൻ്റെ കണ്ണ്, എൻ്റെ കാത്, ഓരോന്നും പടച്ചോനെ തെറ്റ് പറ്റിയിക്കിട്ട് പുറത്തരണം. ബാപ്പിയമ്മയും പടച്ചോനെ എൻ്റെ സംസാരത്തിൽ വന്നിട്ട് തെറ്റ് പറ്റിയിട്ട് പുറത്തരണം. അല്ലാഹുവേ എൻ്റെ ഫോണ്, എൻ്റെ മക്കളോട് ഓരോന്നും നമ്മൾ പറഞ്ഞ് പടച്ചോനോട് പൊരുത്തപ്പെടിപ്പിക്കണം. നമ്മളെ മക്കൾ വരുന്ന സാഹചര്യം, നമുക്ക് വളരുന്ന സാഹചര്യം അറിയാം. പടച്ചോനെ എൻ്റെ മക്കൾക്ക് ദീനിയായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. മരിച്ചോയൾക്ക് ഖബറിടം വിശാലമായി കൊടുക്കണം. പ്രാർത്ഥിക്കാൻ ഒരു 10 മിനിറ്റ് കാണണം. അപ്പോൾ പടച്ചോൻ നമുക്ക് അർശിന്റെ തണലിട്ട് തരും. ഒറ്റക്കിരുന്നിട്ട് പടച്ചോനെ പറ്റി ആലോചിക്കുക, നെഞ്ചിൽ നിന്ന് പ്രാർത്ഥന വരിക, കണ്ണ് നിറയ, സ്വർഗത്തിൽ കയറണം എന്ന പൂതി ഉണ്ടാവുക. അവിടെ നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ റമദാൻ ആർക്കൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെടരുത്. കാരണം ഞാൻ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, എന്നെക്കാൾ, എന്റെ മക്കളെക്കാൾ, ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന 2 ആൾക്കാരുണ്ട്. ഒന്നിന്റെ പടച്ചോനാണ്. എന്റെ 2 കണ്ണുകൾ കൊണ്ടും ഈ ലോകത്തിന്റെ സട്ടാവിനെ എനിക്ക് കാണണം, നെഞ്ചകത്ത് കുളിരായി കാണണം. ഞാൻ എന്റെ വാപ്പയേക്കാൾ സ്നേഹിക്കുന്ന, എന്റെ ജീവനക്കാരികൾ സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ എന്റെ വാപ്പാരെയും എന്റെ അപ്പാരെയും എന്റെ
എന്റെ കുടുംബക്കാരും ഒന്നിച്ചു ചേർത്ത് നബിന്റെ കൂടെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം. ആരൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാലും, ആരൊക്കെ പൊതുയിടങ്ങളിലേക്ക് ഇറങ്ങിയാലും ഞാനും എന്റെ കുടുംബവും പള്ളിയിലുണ്ടാകും, റമദാനിലുണ്ടാകും, തറാവീഹിലുണ്ടാകും, സ്വതക്കയുമായി മുന്നിലുണ്ടാകും, ഖുർആനുമായി മുന്നിലുണ്ടാകും. ഞങ്ങൾ തൗഹീദുള്ളവരാണ്, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ മുജാഹിദുകളാണ്. റമദാനിന് ഉപയോഗപ്പെടുത്തി റയ്യാൻ കവാടത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ തീരുമാനം, ആ ത്യാഗം, ആ ധീരത ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.